പടക്കവും കമ്പിക്കൂത്തിരിയൊക്കെ കുറെ വാങ്ങിക്കൂട്ടിയിട്ട് പിടിച്ചു പൊളിക്കും രാത്രി. കണിക്കൊന്നേം കിട്ടി. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പോയി പറിച്ചുകൊണ്ട് വന്നപ്പോ ഞങ്ങൾക്കും കുറച്ച് തന്നില്ല. വ്യാഴാഴ്ച ഇല്ലേ, അപ്പൊ അതെ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ അതെ പെസാപ്പോ അതുപോലെ തന്നെ പാനിയും കൊണ്ട് തന്നിട്ടുണ്ട്. വിഷുപ്പുലരിയില് ഞങ്ങള് സോനുവിന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വിഷുസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ എല്ലാരും കൂടെ കൂടിയിരുന്ന് വിഷുസദ്യ കഴിക്കാൻ പോവാണ്. എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹാപ്പി വിഷു. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെയാണ് വിഷു. അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ സോനുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. സോനുവിന്റെ അമ്മച്ചിക്ക് ഭയങ്കര നിർബന്ധമാണ് ഇപ്രാവശ്യം ഞങ്ങള് വീട്ടിലുണ്ടാവണമെന്ന്. മനുവും രോഹിണിയും എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ആദ്യത്തെ വിഷു ആണ് ഞങ്ങളുടെ. അപ്പൊ അമ്മച്ചിക്ക് ഒരേ ഒരു നിർബന്ധം, ഞങ്ങൾ എന്തായാലും വന്നേ പറ്റൂ എന്നുള്ളത്. അപ്പൊ ഞങ്ങള് സോനുവിന്റെ വീട്ടിലേക്കാണ് ഇപ്രാവശ്യം വിഷുവിന് പോണത്. അവിടെ എത്തിയിട്ട് അപ്പൊ നമുക്ക് കാണാം. ഞങ്ങൾ ഫോൺ വഴിക്ക് ഇവിടെ ഫ്രൂട്ട്സ് കണ്ടു. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയതാ. ഞങ്ങള് വീട്ടിലെത്തിയില്ലേ? വീട്ടിലെത്തി. ഇന്നിപ്പോ അച്ചായി അമ്മച്ചിയും മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. മനു രോഹിണി പുറത്തു പോയിരിക്കുക. അവർക്ക് എന്തോ ആവശ്യമുണ്ട്. അപ്പൊ അവര് ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഇവിടെ വന്ന് കേറി ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കല്യാണം ബഹളൊക്കെ ആയിരുന്നു. നമ്മള് മാത്രമേ ഉള്ളൂ. അതെ, അന്ന് കല്യാണത്തിന് കൂടി വെച്ച് ഞങ്ങള് പിന്നെ ഇന്നാണ് വന്നല്ലേ. അതെ, അവരങ്ങ് വന്നിണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ ഇന്നാണ് ഇങ്ങോട്ട് വന്നു. മാറിക്കുന്നു. ഞങ്ങളങ്ങനെ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോകണം. ഉച്ചതിരിഞ്ഞ് വെയിലൊക്കെ മാറിയിട്ട് വേണം നമുക്ക് പടക്കം ഇതൊക്കെ ഒന്ന് മേടിക്കാൻ പോകണം. പടക്കം ഒത്തിരിയൊക്കെ വാങ്ങിക്കണം. പിന്നെ കണി ഒരുക്കണേക്കുള്ള സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതും മേടിക്കണം. അപ്പൊ ശരി, കിടന്നു വെച്ചേ. വേണ്ട വേണ്ട, പേരൊക്കെ ഇപ്പൊ കഴിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട. പോത്തിറച്ചി എല്ലാം ഒത്തിരി ഉണ്ടല്ലോ. ബീഫ് ഇഷ്ടല്ലേ? കൊറേ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീനും ഇറച്ചിയും എല്ലാം ഉണ്ട്. ചിക്കനും ബീഫും. ഞാൻ പറഞ്ഞു ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻകറി എല്ലാം ഉണ്ട്. സോനു ഇരിക്കും. അപ്പൊ ശരിക്കും ഇവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടാ. ഞായറാഴ്ച ദിവസം ഒരു ദിവസമല്ലേ ഉള്ളൂ. എല്ലായിടത്തും പോകണ്ടേ, കാരണം എടുത്താനാണ് വീഡിയോ എടുത്താനാണ്. അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പടക്കമൊക്കെ മേടിച്ച് പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പടക്കത്തിന്റെ സ്ഥലത്തേക്കാണ് ഇപ്പൊ പോണത്. അപ്പം
നമുക്ക് കുറച്ചധികം മേടിക്കാല്ലേ സോനു? നോക്കാം. പടക്കവും കമ്പിപ്പൂത്തിരിയും അങ്ങനെ കുറെ ഐറ്റംസ് ഇല്ലേ, മാലപ്പടക്കം, പിന്നെ എന്താ മത്താപ്പ്, അങ്ങനെ കുറെ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ അതിന് തരുമ്പോൾ അതൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് വൈകിട്ട് എല്ലാവരും ഉണ്ടാവും, മനുവും രോഹിണിയും എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമുക്ക് കത്തിക്കാം. അപ്പൊ ശരി, അപ്പൊ നമുക്ക് നേരെ പടക്കക്കടയിലേക്ക് പോവാം. കഴിഞ്ഞ കല്യാണത്തിന്റെ ഇവിടെ വന്നപ്പോ നികേഷേട്ടന് ഇവിടെ കയറിയപ്പോ ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ കടി. അപ്പൊ ഞങ്ങൾ അവിടെ കഴിക്കാൻ വന്നതാണ്. ചക്കയുടെ കഴിച്ചിട്ടുണ്ടോ നികേഷേട്ടൻ? കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ചക്കയുടെ ഞാൻ മറ്റേപ്പാ എനിക്ക് ഭയങ്കര ഇഷ്ടം. അന്ന് ഇവിടെ വന്ന് കഴിച്ചപ്പോ ഒത്തിരി ഇഷ്ടമായില്ലേ? അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വട്ടയപ്പവും പരിപ്പ് വടയും ഒക്കെ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാ ഇവിടുത്തെ. അന്നാ ചേച്ചിയായിരുന്നു, ചേച്ചി ഇല്ല ഏട്ടാ? ആ പടക്കവും കമ്പിക്കുത്തിരിയൊക്കെ കുറെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാത്തിനും എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കും രാത്രി. ചായ കുടിക്കാൻ പോവാണ്. ഉണ്ടംപുരി ബോണ്ടയും ഉള്ളിവടയൊക്കെ ഉണ്ട്. ബോണ്ട ഉള്ളിവട ഒക്കെ ഉണ്ട്. ചായ കുടിക്കുകയാണ്. അമ്മച്ചിയുടെ നാടൻ ബോണ്ട എന്ന് പറയുന്നുണ്ട് അമ്മച്ചി. നാടൻ ബോണ്ട, നാടൻ ഉള്ളിവട, നാടൻ ഉള്ളിവട, 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 ബോണ്ട ഒക്കെ ഇന്ന് ഫുള്ള് കഴിച്ച് വയറൊക്കെ ഇതാവുന്നതാണ്. ഫുള്ള് അമ്മച്ചി ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിക്കാം. കണി വെക്കാൻ ചക്ക വെട്ടുക. അത് ഓർമ്മ മതി ഇല്ലേ? അത് നല്ല രസമാട്ടോ അവിടെ. എനിക്ക് നടക്കണമെങ്കിൽ എനിക്കിലേക്ക് വൈകുന്നേരേ 6 മണിയൊക്കെ ആകുമ്പോ അതിൽ ഇറങ്ങി നടന്നേനാ. അവർക്കാ പറ്റുള്ളൂ. അയ്യോ അമ്മച്ചിയും ബുദ്ധിമുട്ടാ. രണ്ടും രണ്ടിൻ്റെതായിട്ടുള്ള ഒരു ഇതാ. വീടിന് അതിൻ്റെതായിട്ടുള്ള സുഖമുണ്ട്. മറ്റത് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അറിയണ്ട. ഞങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരുന്ന് വർത്താനം പറച്ചിലായിരുന്നു അല്ലെ? ഞങ്ങള് പടക്കമൊക്കെ മേടിച്ചോണ്ട് വന്നു പോയിട്ട്, ടൗണിൽ പോയിട്ട്. അതെ, ഇനി മനുമറ്റം എത്തിയിട്ടില്ല. അവര് എറണാകുളം പോയേക്കാ. ഉടനെ ഇവിടെ എത്താറായിട്ടുണ്ട് അല്ലേ? അവരെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങള്. അവര് വന്നിട്ട് വേണം പടക്കമൊക്കെ പൊട്ടിക്കാൻ. അതെ, അപ്പൊ അച്ചായി അമ്മച്ചിയായിട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാം. അതെ. ഇന്ന് വ്യാഴാഴ്ചയാ. ഇന്നത്തെ വ്യാഴം, വെള്ളിയും വിഷുവും കൂടി ഒരുമിച്ചാ വന്നത് ഈ വർഷം. അങ്ങനെ ഞങ്ങള് തൊട്ടപ്പുറത്തുനിന്ന് വിഷു കണിക്കൊന്നയും കിട്ടി. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പോയി പറിച്ചോണ്ട് വന്നപ്പോ ഞങ്ങൾക്കും കുറച്ച് തന്നു അല്ലേ? കുറച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയ. അതെ, അവരെ കൊന്നയും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇപ്പൊ പറിച്ചോണ്ട് വന്നാ. അപ്പൊ ഞങ്ങക്ക് തന്നാ. ഒരു രാമ്പോടെ ഉണ്ടോ ചേർത്ത? അകത്ത് ഇത് നിങ്ങൾ മേടിച്ചാണെങ്കിൽ ഫ്രിഡ്ജിന്റെ പുറത്ത് ഏതാ?
അതെന്താടാ ഗുണ്ടാണോ? അടിഭാഗത്ത് ഇങ്ങനെ പിടിച്ചാൽ മതി. അയ്യോ അത് ചെറുക്കന്റെ കരച്ചിട്ട് മാറി. കമ്പിത്തിരി പറഞ്ഞു മറ്റേ പാട നിന്റെ ലാമ്പില്ല വേണേ അതെല്ലാം അങ്ങനെ കത്തിച്ചാ അതെല്ലാം അങ്ങനെ കത്തിക്കാൻ പോയാ ഞാൻ അപ്പുറത്തേക്ക് ഇറക്കില്ല അമ്മച്ചി. എടാ ഓട്ടിക്ക് ആൾക്കാർ വന്നോ നോക്കണം കേട്ടോ. എടാ ആൾക്കാർ വന്നോ നോക്കണേ. അയ്യോ എന്ത് നടുക്ക. എല്ലാരും കൂടി കത്തിക്കുമ്പോ ഒരു ഷോപ്പല്ല അത്. രോഹിണി ഉണ്ടോ? ഉണ്ടെങ്കിൽ നിന്നോ അതില് നിന്നോ നിന്നോ ഒരെണ്ണം കത്തിച്ചു. കമ്പട്ടിയിലൊക്കെ കഴിഞ്ഞു അല്ലേ? പടക്കം പൊട്ടിക്കലും കമ്പിപ്പൂത്തിരി കത്തിക്കലും ഒക്കെ കഴിഞ്ഞു. മത്താപ്പും ഒക്കെ നല്ല അടിപൊളിയായി, ഭയങ്കര രസമായി, ഭയങ്കര കളർഫുൾ ആയി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് നമ്മള് പടക്കം പൊട്ടിയിലും ഇതൊക്കെ 1-2 വർഷമായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? അതെ. അപ്പുറത്ത് മനുവിന്റെ സുഹൃത്തുക്കളും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും കൂടി ഭയങ്കര അടിപൊളിയായി. രോഹിണിയും മനുവും ഒക്കെ കൂടി ഇനി നമ്മള് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ പറ്റിയ വെളുപ്പം കാലത്ത് എണീക്കണം. അപ്പൊ കണി കണ്ടിട്ടൊക്കെ പിന്നെ പൊട്ടിക്കും. രാവിലെ നാളെ നേരത്തെ എണീക്കണം. അച്ചായി വന്നിട്ട് ഇതിപ്പോ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? ഇന്നത്തെ കഴിഞ്ഞു. പിന്നെ കണിയൊക്കെ ഒരുക്കണേ.
അമ്മച്ചി എന്തൊക്കെയോ ആക്കി വെക്കുന്നുണ്ട്. അമ്മച്ചി രോഹിണിയും കൂടിയിട്ട് എന്തൊക്കെയോ അതിന്റെ പരിപാടികൾ നോക്കുന്നുണ്ട് നാളേക്ക് വെക്കാനുള്ളതിന്റെ. അപ്പൊ ശരി കേട്ടോ, നമുക്ക് ഫുഡ് കഴിക്കാം, കാണാം. വ്യാഴാഴ്ചയല്ലേ അപ്പൊ അതെ, അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇത് പെസാപ്പോ അതുപോലെ തന്നെ പാനിയും കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥലത്തുനിന്ന് ഏതാണ്ട് കൊണ്ടുപോകാൻ അല്ലേ? നികേഷായിട്ട് കഴിച്ചിട്ടുണ്ടോ പെസാപ്പം? ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട് മുമ്പ്, കൂട്ടുകാർ കൊണ്ടുവന്നിട്ട്. ഇപ്പൊ അടുത്തയാളും പെസാപ്പായിട്ട് വന്നിട്ടുണ്ട്. അതെ കഴിച്ച നമുക്ക് പെസാപ്പായിട്ട് വന്നിട്ടുണ്ട്. അതെ, നമ്മുടെ കല്യാണ വീഡിയോയിലൊക്കെ ഉണ്ട് മാത്തൻ ചേട്ടൻ്റെ മോനാണ്. കഴിച്ചോ കഴിച്ചോ ജിൻസ് വീട്ടിലേക്ക് പോയി. കഴിച്ചു. എങ്ങനെയുണ്ട് ദിനേശ് ചേട്ടാ, കഴിച്ചിട്ടുണ്ടോ? അതെ, ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, അമ്മച്ചി, അച്ചായി, രോഹിണി എല്ലാവരും ഉണ്ട്, മനു എല്ലാവരും ഉണ്ട്. അപ്പൊ അപ്പവും ചിക്കൻ കറിയൊക്കെയാണ്. അമ്മച്ചി കുറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങാറുണ്ട്. ഇപ്പൊ ഇത് എടുത്തോണ്ടിരിക്കുന്നത് മനുവാണ്, അവനുണ്ട് കൂടെ. അമ്മച്ചി ഏതാ? അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ എല്ലാരും, കഴിക്കട്ടെ. നീ കഴിച്ചിട്ട് കാണാം. അമ്മച്ചി ആയി പറയണു. നികേഷ് അങ്ങനെ ബിഗ് ബോസ് കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ എന്നാ ഉറക്കം വരികയല്ലോ ഒരു ദിവസം പോലും അല്ലേ? റെഡി ആയിട്ട് ഇരിക്കുകയാണ് കാണാൻ വേണ്ടിട്ട്. അതെല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങളിവിടെ വെച്ചത് ഇത്. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇപ്പോ ഞങ്ങള് വീട്ടില് കണി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കണി കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വർഷം നല്ലൊരു വർഷമാവട്ടെ. സോനു, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
വിഷുപ്പുലരിയില് ഞങ്ങള് സോനുവിന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ ഭഗവാന് കണി കണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിച്ചതാണ്, കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്. അതിനുശേഷം സോനു എൻ്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ശിവന്റെ ഒരു അമ്പലമുണ്ട്, തളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്, തൊട്ടടുത്തുള്ളതാണ്. നമ്മുടെ അടുത്ത് പിന്നെ ഇഷ്ടംപോലെ അമ്പലമൊക്കെ ഉണ്ട്. തൊട്ടടുത്തുള്ള അടുത്തേക്ക് തന്നെ പോകുന്നു. അതെ, അപ്പൊ ഞങ്ങള് കേറി പ്രാർത്ഥിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വർഷം എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ നിറഞ്ഞതാവാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ ഇനി അവിടെ വെച്ച് കാണാം, പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കാണാം. അമ്പലത്തിൽ കയറാം. അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു വർഷമാവാൻ വേണ്ടിയിട്ട് ശരിക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിലൊക്കെ വന്ന് ഇറങ്ങി ഇനി നേരെ സോനുവിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോണത്. ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും, തിരിച്ച് എറണാകുളത്തോട്ട് പോവും. എന്നാലും ഭയങ്കര സന്തോഷമുള്ളൊരു വിഷുവാണ്. ആദ്യമായിട്ടാണ് സോനുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച്. മുമ്പത്തെ സമയത്തൊക്കെ എൻ്റെ വീട്ടിലാണ് പോവാറ്, തൃശ്ശൂരാണ് പോവാറ്, അമ്മയുടെ അടുത്താണ് പോവാറ്. ഇപ്രാവശ്യം പിന്നെ രോഹിണിയും മനുവും ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു ഞങ്ങൾ വന്നേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ വന്നു, ഭയങ്കര അടിപൊളിയായി. പടക്കവും പൂത്തിരിയും ഒക്കെ പൊട്ടിച്ച് അടിപൊളിയാക്കി. ഇനി ഉച്ചത്തെ ഭക്ഷണം കൂടി ഉണ്ട്. അപ്പം പ്രാർത്ഥനയും കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായി? സൂപ്പറായോ? അപ്പൊ നമുക്ക് പോവാം. തളിക്കുന്ന അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ ശ്രീധരി ഒരു അമ്പലമുണ്ട്, ശ്രീധരി ഐ ഹോസ്പിറ്റലിന്റെ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പൊ അങ്ങോട്ട് ഞങ്ങള് വന്നതാണ്. ഇനി ഇവിടെയും കയറിയിട്ട് പോവാം അല്ലേ? ഇവിടേക്ക് കയറാം നമുക്ക്. ഇവിടെ ഒത്തിരി കാറുകളൊക്കെ കിടക്കണ്ടല്ലോ സോനു. ഇതൊരു ഐ ഹോസ്പിറ്റലാണ് ഇവിടെ, ആയുർവേദത്തിന്റെ. അപ്പൊ അതുകൊണ്ട് അതാണ് ചേർന്നുള്ള ശ്രീധരീയം. ശ്രീധരീയം വളരെ ഫേമസ് ആണ്. ഒത്തിരി പരസ്യമൊക്കെ TV-യിൽ കണ്ടിട്ട് ഞാൻ. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ. ഇന്ന് നമ്മുടെ കുറച്ച് കൂട്ടുകാര് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളിയും വിഷുവും കൂടിയിട്ട് ഒരുമിച്ച് വന്നു ഇപ്രാവശ്യം. അപ്പൊ അവരുടെ ദുഃഖവെള്ളി ഇത് നമ്മളും ദുഃഖം അതില് പങ്കുചേരുന്നു അല്ലേ സോനു? വിഷുവും ദുഃഖവെള്ളിയും കൂടി ഒരുമിച്ച് വന്നു. ഇന്നലെ ഒരുപാട് സുഹൃത്തുക്കള് സോനുവിന്റെ വീട്ടില് ഇത് അപ്പായിട്ട് തന്നു. അപ്പോൾ ദുഃഖവെള്ളി ഇനി നമുക്ക് ഈസ്റ്റർ വരുമ്പോൾ അടിച്ചു പൊളിക്കാം. അപ്പൊ കയറാം. അങ്ങോട്ട് കയറാം. നെല്ലിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഇതാണ്ടില്ലേ എന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഭഗവതിയുടെ പ്രതിമയുണ്ട്, നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ടൈപ്പ് അല്ലേ? അല്ലേ, ഭയങ്കര അപ്പൊ നമുക്കിനി അടുത്ത വീട്ടിലേക്ക് പോയാലോ? ഇപ്പൊ കൊറേ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അതെ, അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ശരി. എല്ലാ കറി എല്ലാത്തിനും മുഴക്കുന്നു. ചോറ് ഇരുന്നിട്ട് പേപ്പർ വെച്ചിട്ട് ഇങ്ങോട്ടൊക്കെ വെള്ളം സാമ്പാറും
നമ്മുടെ വിഷുസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ എല്ലാരും കൂടെ കൂടിയിരുന്ന് വിഷുസദ്യ കഴിക്കാൻ പോവാണ്. അമ്മച്ചി ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ എല്ലാരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. വിഷുസദ്യ സ്റ്റാർട്ട് ചെയ്യാണ് ഞങ്ങള്. ഒത്തിരി വിഭവങ്ങളുണ്ട് അല്ലേ അമ്മച്ചിയും രോഹിണിയൊക്കെ കൂടിയിട്ട് കുറെ ബുദ്ധിമുട്ടി. രോഹിണി ഞങ്ങള് കണിയൊക്കെ സൂപ്പർ ആക്കിയത് അല്ലേ? ഒത്തിരി പാട് കിട്ടു. അപ്പൊ ഞാനിന്ന് കഴിക്കാതിരിക്കട്ടെ. കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം ഇവിടെ ഇരുന്നു. ഇനിയിപ്പോ ഞങ്ങള് തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ സോനും. ഭയങ്കര സന്തോഷമായി. വിഷുവൊക്കെ അച്ചായുടെയും അമ്മച്ചിയുടെയും മനുവിന്റെ രോഹിണിയുടെയും ഒക്കെ കൂടെ അടിച്ചു പൊളിച്ചു. വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോണത്. അപ്പൊ ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് ഇനി പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. പിന്നെ പോണ വഴിക്ക് നമ്മള് രോഹിണിയുടെ വീട്ടിലും ഒന്ന് കയറും. രോഹിണിയുടെ വീട്ടില് ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അന്ന് ആദ്യമായിട്ട് പോണ ദിവസമൊക്കെ സോനുവിന് അന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അന്ന്. അപ്പൊ ഇന്ന് അവിടെ കയറണമെന്ന് രോഹിണിയുടെ അമ്മ വിളിച്ചിട്ട് സോനുവിനെ വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും അവിടെ കയറണമെന്ന്. അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് അവിടെയും കൂടി ഒന്ന് കയറിയിട്ടാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഇറങ്ങുകയാണ്. ഞങ്ങള് പോണ വഴിക്ക് രോഹിണിയുടെ വീട്ടിൽ കയറി. അപ്പൊ രോഹിണിയുടെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു മനോഹരമായിട്ടുള്ള ഒരു തോട് കണ്ടു. അപ്പൊ പാടവും തോടും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുക രണ്ടാളും. പക്ഷെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങള് വേഗം മുകളിലേക്ക് കയറാനുള്ള പരിപാടിയില്ല. ഞങ്ങളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ വീടിന്റെ ഇവിടെ തോടിൽ വന്ന് കുളിക്കുമായിരുന്നു. അതാ എനിക്ക് ഓർമ്മ വന്നത് ഇവിടെ വന്നിട്ട്. രോഹിണി പറഞ്ഞത് തോട്ടിലൊക്കെ കുളിച്ചിരുന്നു ചെറുപ്പത്തിലായിരുന്നു. ഈ തോടാ തൊട്ടപ്പുറത്ത്. നല്ല ഭംഗിയൊക്കെ. ഇപ്പൊ വെയിലായോണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നല്ല വെയിലാ. നമുക്ക് കേറാം മുകളിലേക്ക് കയറാം. ശരി. ഞങ്ങളുടെ വീട്ടില് തിരിച്ചെത്തി എറണാകുളത്ത്. ഇപ്പൊ എത്തിയേ ഉള്ളൂ. അപ്പൊ സോനു നല്ലൊരു വിഷയമായി. ഞങ്ങള് 2 സദ്യയും കൂടെ ഉണ്ടേച്ചാ പോന്നെ. വീട്ടിൽ നിന്ന് കൊണ്ട് പിന്നെ രോഹിണിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ വീട്ടിൽ ചെന്നപ്പോ അവരും സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഒരുക്കിയിട്ട് നമ്മളെങ്ങനെ കഴിക്കാതെ വരിക. അപ്പൊ നമ്മള് വീണ്ടും കഴിച്ചു. അവര് സൂപ്പറായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി അവർക്കെല്ലാവർക്കും. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി. അപ്പൊ അങ്ങനെ ഈ വിഷു അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും വിഷു അടിപൊളിയായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ ഇനി എന്താ സമയം പറയാനുള്ള പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പൊ ഇനി ഞങ്ങളൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യട്ടെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.